കേരളം പ്രളയത്തിൽപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഓടിയെത്തിയവരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് ആ തീരദേശ ഗ്രാമം വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ശബ്ദം അവർക്ക് വേണ്ടി ഉയരേണ്ട വലിയൊരു ആവശ്യകതയുണ്ട്. സോ ഞാൻ അവരോടൊപ്പം ഉണ്ട്. നിങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റോപ്പ് മൈനിങ്, സേവ് ആലപ്പാട്. പ്രളയകാലത്ത് കേരളത്തിന് കൈത്താങ്ങായത് മത്സ്യബന്ധന തൊഴിലാളികളാണ്. എന്നാൽ ആലപ്പാട് എന്ന ഗ്രാമം ഇല്ലാതാകുമ്പോൾ പലരും നിശബ്ദത പാലിക്കുകയാണ്. കടുത്ത കരിമണൽ ഖനനം ഒരു നാടിന് തന്നെ അന്ത്യമൊരുക്കുമ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളത്തിലെ യുവനടന്മാരായ ടൊവിനോ തോമസും സണ്ണി വെയിനും പൃഥ്വിരാജും. പ്രളയത്തിൽ കേരളം വളഞ്ഞപ്പോൾ സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആളാണ് ടൊവിനോ. കരിമണൽ ഖനനം തുടരുന്ന കൊല്ലം ജില്ലയിലെ ആലപ്പാട്ടെ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ടൊവിനോ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആലപ്പാട്ടെ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണയുമായി സണ്ണി വെയിനും പൃഥ്വിരാജും എത്തിയത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ ക്യാമ്പയിൻ കൊണ്ടോ എത്രത്തോളം മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലെങ്കിലും ഈ വിഷയം വേണ്ട വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടും എന്ന പ്രതീക്ഷയോടെ ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം താനും ആലപ്പാടിനു വേണ്ടി അണിചേരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഇതാണെന്നും പൃഥ്വിരാജ് സൂചിപ്പിക്കുന്നുണ്ട്. നടനും ആങ്കറുമായ ആദിൽ പറയുന്നത് ഇങ്ങനെയാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ ആലപ്പാട് എന്ന മനോഹരമായ തീരദേശ ഗ്രാമത്തിലുള്ള നാട്ടുകാരെല്ലാവരും തന്നെ പരിഭ്രാന്തിയിലാണ്. കാരണം അവരേറെ നാളുകളായിട്ട് ഒരു ജനകീയ സമരത്തിലാണ്. അവിടെ ഉള്ള ഈ ജനകീയ സമരം ആളുകൾ അറിയാൻ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞത് എന്റെ ഇൻബോക്സിൽ #സേവ് ആലപ്പാട് എന്ന് പറയുന്ന സിമിലർ ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് വന്നതോടെയാണ് ഞാനത് അറിഞ്ഞത്. അവിടെയുള്ള ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മണൽ ഖനനത്തിലൂടെ അവരുടെ ഗ്രാമം ഒരു ഓർമ്മയായി മാറുമോ എന്ന ഭീതിയിലാണ്, ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ. അപ്പോൾ അവർക്ക് മാക്സിമം മീഡിയ അറ്റൻഷനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അറ്റൻഷനും ജനങ്ങളുടെ അറ്റൻഷനും ഒക്കെ ഇപ്പോൾ വേണം, സപ്പോർട്ട് വേണം നമ്മുടെ എല്ലാവരുടെയും. അപ്പോൾ ആലപ്പാടിന് വേണ്ടി നമ്മളെല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. സോ ലെറ്റ്സ് സേവ് ആലപ്പാട്, #സേവ് ആലപ്പാട് എന്ന് പറഞ്ഞ് മാക്സിമം ആയിട്ട് ഇത് ഷെയർ ചെയ്യുക.